PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 22/2024 പ്രകാരം കേരള PSC നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ശനിയാഴ്ച എഴുതാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം ഈ ചോദ്യപേപ്പർ വളരെയധികം ഉപകാരപ്പെടും. ക്ലാസ്സിലേക്ക് കടക്കാം. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമാണ് അദ്ദേഹമാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയ പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് അവധ് എന്ന പ്രദേശത്തെയാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 3 മാത്രം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1929 ലാഹോർ സമ്മേളനത്തിലെ INC പ്രസിഡന്റാണ് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം എന്ന് ആഹ്വാനം ചെയ്ത INC സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടി അരശ് EV രാമസ്വാമി നായ്ക്കർ. വിവേകവർധിനി വീരേശലിംഗം. ഗുലാം ഗിരി ജ്യോതിറാവു ഫുലെ. കുടി അരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർധിനി വീരേശലിംഗം, ഗുലാം ഗിരി ജ്യോതിറാവു ഫുലെ. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ജോഡികൾ ശരിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1775 1783 പാരീസ് ഉടമ്പടിയോടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചു. അപ്പോൾ കാലഗണന അനുസരിച്ച് എഴുതുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2, 4, 1, 3 എന്നീ ക്രമത്തിലാണ്. വളരെ പ്രസിദ്ധമായ മുഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ മുഗ സിൽക്ക് ആസാം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? ബാർലി, പയറുവർഗ്ഗം. ബാർലിയും പയറുവർഗ്ഗങ്ങളും റാബി വിളയാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇപായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയാണ് ബി. ശിവരാമൻ കമ്മിറ്റി. കൃഷിക്കും ഗ്രാമവികസനത്തിനുമുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് 109. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109 ആണ്. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മായം ചേർക്കൽ തൊഴിൽ. മായം ചേർക്കലും തൊഴിലും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ. ഉത്തരം ഓപ്ഷൻ ബി 2. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് ക്വോ വാറന്റോ സെർഷ്യോററി. ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ് ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, സെർഷ്യോററി. ഉത്തരം ഓപ്ഷൻ സി. ഇവയെല്ലാം 1ഉം 2ഉം 3ഉം. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും. പരിസ്ഥിതി സംരക്ഷണം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്? 2019 ആഗസ്റ്റ് മാസം 5-ാം തീയതി. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ആഗസ്റ്റ് 5-നാണ്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം എന്നാണ്? 2022 മുതൽ 2027 വരെയാണ്.
കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം 2022 മുതൽ 2027 വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? കുടുംബശ്രീയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. താലോലം, സ്നേഹപൂർവം, ശ്രുതിതരംഗം ഇവയെല്ലാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ് 243-യും 243-യും. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ് 243-യും 243-യും. ഉത്തരം ഓപ്ഷൻ എ. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവാണ് 22 രൂപ. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനുള്ളതാണ്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനുള്ളതാണ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയുള്ളതാണ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയുള്ളതാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്കാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്കാണ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21-M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. വാദം: ശരിയാണ്, കാരണം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 2, 4, 5. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചാണ്. UAEയിൽ വെച്ചാണ് 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിയിൽ. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? എയും സിയും, അതായത് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. അക്വാറിജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും
മിശ്രിതമാണ്. ഉത്തരം ഓപ്ഷൻ സി HCl HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാനബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വങ്കാരി മാതായ്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വങ്കാരി മാതായ്. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? A.J. ക്രോണിൻ. ദ സിറ്റാഡൽ എന്ന നോവൽ രചിച്ചത് A.J. ക്രോണിനാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമി കളി? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു നാടോടി കലാരൂപമാണ് അലാമിക്കളി. സൂക്ഷിച്ചു നോക്കൂ, കവിതയില്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. അടുത്ത ചോദ്യം, 0.01 എത്ര ശതമാനമാണ് 0.001? ഉത്തരം ഓപ്ഷൻ ബി 10. 52ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമുണ്ട്? 14.5%. 54ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 306. 55ാമത്തെ ചോദ്യം, അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? 360 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ 2. 58ാമത്തെ ചോദ്യം, 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹ തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? 25. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? 110 ഡിഗ്രി. 110 ഡിഗ്രി. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? പടിഞ്ഞാറോട്ട്. അടുത്തത് ഇംഗ്ലീഷാണ്. ലെറ്റ് us go for a movie. ക്വസ്റ്റ്യൻ ടാഗാണ്. ഉത്തരം ഓപ്ഷൻ ബി ഷാൽ വി. ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ദ. I went to the national park yesterday. Choose the correct idiom for the word underlined. 63ാമത്തെ ചോദ്യം, സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ആരോ. ഉത്തരം ഓപ്ഷൻ എ. എൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ. എ സ്ട്രേറ്റ് ആരോ എന്ന് പറഞ്ഞാൽ എൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ. അടുത്തത് ഈഫ് ക്ലോസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ആദ്യത്തെ ഫോമാണ്. ഫോക്സ് പോസ് മീൻസ് an embarrassing or tactless act or remark in a social situation. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ബൂർഷ്വാൻ്റെ കറക്റ്റ് സ്പെല്ലിംഗാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി BOURGEOIS. ബൂർഷ്വ. You dash obey the rules and regulations. You must obey the rules and regulations. ഉത്തരം ഓപ്ഷൻ ഡി.
നെയ്തർ ശ്യാം നോർ രാം ഈസ് പ്രസൻറ്റ്. ഉത്തരം ഓപ്ഷൻ എ. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഉത്തരം ഓപ്ഷൻ എ. രാഹുൽ സെഡ് ദാറ്റ് ഹീ ലിവ്ഡ് ഇൻ ചെന്നൈ. സിനോണിം ഫോർ ദ വേർഡ് പ്രീപോസ്റ്ററസ്. ഉത്തരം ഓപ്ഷൻ എ. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്സർഡ്. അടുത്ത മലയാളമാണ്. കുലം കൂലം ശരിയായ അർത്ഥജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. വംശം തീരം. കുലം എന്ന് പറഞ്ഞാൽ വംശം, കൂലം എന്ന് പറഞ്ഞാൽ തീരം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മരുമകൻ. ശരിയായ വാക്യം ഏതാണ്? ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ഓപ്ഷൻ ബി. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണ് നിരാക്ഷേപപത്രം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് മതിയെന്നുള്ള ഭാവമാണ് അലംഭാവം. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നനവുള്ള. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം നനവുള്ള എന്നതാണ്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. വിണ്ണാർ. കണ്ണീർ, തണ്ണീർ, വെണ്ണീർ ഇവയെല്ലാം ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. കൃഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റ പദമാണ് ആർഷ. കൃഷികളെ സംബന്ധിച്ച എന്നതിൻ്റെ ഒറ്റ പദമാണ് ആർഷ. സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? പരിപത്രം. സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദമാണ് പരിപത്രം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ക്ഷയം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം ക്ഷയം എന്നാണ്. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ ജയിൽ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിലാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിലാണ് തവനൂർ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ തവനൂരാണ്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തികയാണ് വനിതാ ജയിൽ സൂപ്രണ്ട്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തികയാണ് വനിതാ ജയിൽ സൂപ്രണ്ട്. ഉത്തരം ഓപ്ഷൻ ബി. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1962. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962 കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് PA2D GP. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് PA2D GP. ഉത്തരം ഓപ്ഷൻ ബി. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. വിജിലൻസ്. CISF, അസം റൈഫിൾസ്, CRPF ഇവയെല്ലാം 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടുന്നു. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. ഉത്തരം ഓപ്ഷൻ എ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്നില്ല. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം ഓപ്ഷൻ ബി 1. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഉത്തരം ഓപ്ഷൻ ഡി 2. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏതാണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണമാണ് വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ഉത്തരം ഓപ്ഷൻ എ 4. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡനർ. ഉത്തരം ഓപ്ഷൻ സി 3. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യമാണ് ആത്മസാക്ഷാത്കാര ആവശ്യം. ഉത്തരം ഓപ്ഷൻ ഡി 3. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.